എല്ലാവർക്കും ക്രിസ്മസിന്റെ സ്നേഹ നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്രിബ് കീംസ് ക്രിബ് 2025 തയ്യാറായിരിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഈ ഒരു ക്രിബ് കാണാൻ മാന്നാനം KE സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും നമ്മളിവിടെ ക്രിബ് സംവിധാനം ചെയ്യുന്നുണ്ട്. ഈ വർഷം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിവിടെ അലങ്കാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് ഈ ഒരു ക്രിബ്, ഈ വർഷത്തെ ക്രിബ് ഒരു വലിയ മലയുടെ അകത്താണ്. ഈ ഒരു മലയുടെ അകത്താണ് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗുഹാമുഖമുണ്ട്. ഈ ഗുഹാമുഖത്തൂടെ നമ്മൾ അകത്തേക്ക് കയറുന്നു. അതിനകത്ത് കയറുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ ഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആ ഭൂമിയും സർവ്വചരാചരങ്ങളും എല്ലാം സൃഷ്ടിച്ച് മനുഷ്യന് നൽകി. ആദത്തിനും ഹവ്വായ്ക്കും ആ പർദീസ വാഗ്ദാനം ചെയ്ത് അവരെ അവിടെ താമസിപ്പിച്ച് എല്ലാ സന്തോഷത്തിലേക്കും അവരെ കൊണ്ടുപോകുന്ന ആ ഒരു ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെ പിശാച് പ്രലോഭിപ്പിച്ച് ഹവ്വ ദൈവം പറിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞ ഒരേ ഒരു പഴം അത് കഴിച്ചു. അതിൻ്റെ ശിക്ഷയായിട്ട് അവരെ പർദീസന്ന് പുറത്തായി. ആ പുറത്താകുന്ന മനുഷ്യന്റെ വേദന മനസ്സിലാക്കിയിട്ട് ദൈവം അവർക്ക് വേണ്ടി രക്ഷനെ വാഗ്ദാനം ചെയ്തു. ആ രക്ഷനെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു സംഭവം. അവിടെ നമ്മൾ അടുത്ത ചിത്രീകരണത്തിൽ ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിലെ അടിമത്തത്തിൽ കഴിയുന്ന ഒരു കാലം. അവിടെ ദൈവം ഇടപെട്ട് അവരെ അവിടെ നിന്ന് മോചിപ്പിക്കുകയാണ്. അപ്പം മോസസിനോട് പറയുകയാണ്, നീ പോയി ഈജിപ്തിൽ പോയി ഇസ്രായേൽക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ മോസസ് ചെന്ന് അവിടുന്ന് ഇസ്രായേൽ ജനവുമായിട്ട് ഈജിപ്തിലേക്ക് പോകുന്ന ഭാഗം അവിടെ വെച്ച് അവർ ചെങ്കടലിന്റെ മുൻപിലെത്തുമ്പം ഈജിപ്തിലെ പട്ടാളക്കാർ വരെ പിടിക്കാനായിട്ട് പുറകെ വരികയാണ്. അപ്പൊ തന്നെ മോസസ് ദൈവത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ മോസസിന്റെ വടി ഈ ചെങ്കടലിന്റെ നേരെ പിടിക്കുമ്പം ഈ ചെങ്കടൽ രണ്ടായിട്ട് മാറിക്കൊടുക്കുകയാണ്, ഇസ്രായേൽക്കാർക്ക് വഴിയൊരുക്കിക്കൊണ്ട്. അങ്ങനെ ദൈവത്തിന്റെ കരുണയാണ് നമ്മൾ കാണുന്ന ആ ഭാഗത്ത്. ഇത് രണ്ടും പഴയ നിയമത്തിലെ ഭാഗങ്ങളാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് യാതന അനുഭവിച്ചു പോകുന്ന ഒരു ജനങ്ങളുടെ പുറപ്പാടിൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അവരുടെ ഇടയിലുള്ള വാസവും, അങ്ങനെ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നതിന്റെ ഭാഗം അവിടെ നിന്നാണ് പുതിയ നിയമത്തിലേക്ക് കടക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മംഗളവാർത്ത അറിയിക്കുകയാണ്, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന ഭാഗം. അവിടെ ഇതാ കർത്താന്റെ ദാസി, നിന്റെ വാക്കിലെങ്കിൽ ഭവിക്കട്ടെ എന്ന് പറയുന്ന മാതാവ്. അവിടെ നിന്ന് വീണ്ടും അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ പോയി പേരെഴുതിക്കണമെന്ന് പറഞ്ഞിട്ട് യോസേപ്പിതാവും മാതാവും ഗർഭിണിയായ മാതാവും കൂടെ യാത്ര ചെയ്യുക. അവിടെ മാതാവിന് പ്രസവനം ഉണ്ടാകുകയും ആ ഉണ്ണിയേശുവിനെ പിറക്കാൻ ഇടം തേടി നടക്കുകയും അവസാനം ആ ഉണ്ണിയേശുവിനെ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കുകയും ചെയ്യുന്ന ഭാഗം ഇതിനകത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു മലയുടെ ഉൾഭാഗത്ത് നമ്മൾ സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഈ ക്രിസ്മസിന്റെ എല്ലാ സന്തോഷവും ഇവിടെ എല്ലാവരും വരിക, സന്തോഷത്തോടുകൂടി ഇവിടുന്ന് മടങ്ങുക. നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്ന് ഈ ക്യാമ്പസിലൊക്കെ അല്പനേരം ചെലവഴിച്ച് സന്തോഷിച്ചു പോവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആഘോഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും.